വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ലേൺ ഹൗസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 10th ഇംഗ്ലീഷിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന പോയത്തിലെ തേർഡ് സ്റ്റാൻസയാണ്. ഈ പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയുടെയും സെക്കൻഡ് സ്റ്റാൻസയുടെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. Blowin' in the Wind is a nice poem written by famous American writer and singer Bob Dylan. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ ഒന്നുകൂടി നോക്കാം. The poet says that a man must have many experience before he is called a man. ഒരു മനുഷ്യനെ മനുഷ്യനെന്ന് വിളിക്കുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. He also says that it may take a long journey of many years for a dove to find a shore for safer rest. ഒരു പ്രാവിന് കുറേ കാലം യാത്ര ചെയ്യേണ്ടി വരും. എന്ത് തിരഞ്ഞുകൊണ്ട്? ഒരു തീരം തിരഞ്ഞുകൊണ്ട് സുഖമായിട്ട് ധൈര്യമായിട്ട് ആശ്വാസമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരം കണ്ടെത്തണമെങ്കിൽ കുറേ യാത്ര ചെയ്യേണ്ടി വരും. The poet make it clean that wars bring about destruction and must be banned. പോയിറ്റ് ഉറപ്പ് പറയാണ്, യുദ്ധം നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് വരുത്തുന്നത്, അതുകൊണ്ട് അത് ബാൻ ചെയ്യണം, നിരോധിക്കണം. He is arguing for peace, freedom and security. പോയിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്? സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിറ്റ് സംസാരിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്, ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ ദ പോയിറ്റ് എക്സ്പ്രസസ് ഹിസ് ഗ്രീഫ് ഓവർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഹു ഡു നോട്ട് പേ അറ്റൻഷൻ ടു ദ പ്രോബ്ലം അറൗണ്ട്. സെക്കൻഡ് സ്റ്റാൻസയിൽ പോയിറ്റ് പറയാണ്, ജനങ്ങൾക്കാർക്കും പുറത്ത് നടക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അറ്റൻഷൻ കൊടുക്കുന്നില്ല. He asked how long a mountain can exist before it is washed to the sea. പോയിട്ട് ചോദിക്കുകയാണ്, എത്ര കാലമാണ് ഈ മലകൾ ഇങ്ങനെ നിൽക്കുക, സമുദ്രം വന്ന് അതിനെ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുന്നായിട്ട്. The mountain is used as a symbol of ego, pride, oppressive forces, domination, etc. ഇവിടെ മൗണ്ടൈനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈഗോ, പ്രൈഡ്, ഒപ്രസീവ് ഫോഴ്സസ്, അടിച്ചമർത്തപ്പെടുന്ന ഫോഴ്സ്, ഡോമിനേഷൻ, ആധിപത്യത്തെ ഒക്കെയാണ്. The sea stands for the powerful force of protest that can bring about change. ഇവിടെ സമുദ്രത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പവർഫുൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ്, പ്രൊട്ടസ്റ്റ് എതിർക്കുന്ന ഫോഴ്സിനെയാണ്. ഈ പ്രൊട്ടസ്റ്റിലൂടെ നമുക്ക് എന്ത് കൊണ്ടുവരാം? മാറ്റങ്ങൾ കൊണ്ടുവരാം. Bob Dylan strongly criticized people who are not responsive to the injustice around. ഇവിടെ ബോബ് ഡിലൻ സ്ട്രോങ് ആയിട്ട് വിമർശിക്കുകയാണ് ജനങ്ങളെ. പുറത്ത് നടക്കുന്ന ഇൻജസ്റ്റിസ്, അനീതിക്കെതിരെ റെസ്പോൺസ് ചെയ്യാത്ത ജനങ്ങളെ നല്ല പോലെ ബോബ് ഡിലൻ വിമർശിക്കുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസയിലൂടെ അദ്ദേഹം പറയുന്നത്. This is the third stanza. Let's read. Yes, and how many times must a man look up before he can see the sky? Yes, how many years must one man have before he can hear people cry? Yes, and how many deaths will it take till he knows that too many people have died? The answer, my friend, is blowing in the wind. The answer is the blowing in the wind. തേർഡ് സ്റ്റാൻസയിൽ യൂസ് ചെയ്ത സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ആണ്. സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺലിമിറ്റഡ് ഫ്രീഡം, ലിമിറ്റില്ലാത്ത സ്വാതന്ത്ര്യം. ദർ ആർ 3 rhetorical questions in third stanza. ഈ തേർഡ് സ്റ്റാൻസയിലും 3 rhetorical questions അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ, യെസ് ആൻഡ് ഹൗ മെനി ടൈം മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൻ ആർ ദ പീപ്പിൾ ഗോയിങ് ടു റിയലൈസ് ദ വാല്യൂ ഓഫ് ഫ്രീഡം, എന്നാണ് ജനങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ദ പോയിറ്റ് ഈസ് വണ്ടറിങ് ഹൗ ലോങ് പീപ്പിൾ ഷുഡ് ലുക്ക് അപ്പ് വിത്ത് ഹോപ്പ് awaiting the day of freedom. എത്ര കാലം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. Here, look up implies to quest for the brighter days ahead. ലുക്ക് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന നല്ല ദിവസങ്ങളെയാണ്. The sky is a symbol of freedom and equality.
ഇവിടെ സ്കൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയുമാണ്. The poet is probably trying to remind us that it is meaningless to look for someone else to find an answer to a question or to find a solution for a problem. നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അർത്ഥമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് പോയിറ്റ് പറയുന്നത്. വി ഷുഡ് ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ബാധ്യത ഏറ്റെടുക്കണം, അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യണം. If we lazily wait for someone else to find a solution or a problem, they will always remain unsolved. നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ പ്രോബ്ലംസ് തീർക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തീരില്ല, ആ പ്രോബ്ലത്തിന് ഒരിക്കലും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയില്ല. ദ പോയിറ്റ് ഈസ് ക്രിറ്റിക്കൽ ഓഫ് മാൻസ് ഇൻഡിഫറൻസ് ടു പ്രോബ്ലം. ഇവിടെ പോയിറ്റ് മനുഷ്യരെ ക്രിട്ടിസൈസ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? പ്രോബ്ലംസ് ഒന്നും തീർക്കാൻ അവർ റെസ്പോൺസിബിൾ അല്ല എന്നാണ് പോയിറ്റ് പറയുന്നത്. ജനങ്ങളുടെ പ്രോബ്ലംസ് ഒന്നും തീർക്കാൻ അവർക്ക് റെസ്പോൺസിബിൾ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ചോദിക്കുന്നത്, യെസ്, ഹൗ മെനി ഇയേഴ്സ് മസ്റ്റ് വൺ മാൻ ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ എന്നതാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വൈ ഡു ദ പീപ്പിൾ ഇഗ്നോർ ദ ക്രൈ ഓഫ് ഹിസ് ഫെലോ ബീങ്സ് ഹു ആർ ടോർച്ചേർഡ് ആൻഡ് സഫറിങ് ഇൻ ലൈഫ്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, സങ്കടങ്ങൾ അനുഭവിക്കുന്ന അവരുടെ ഫെല്ലോ ബീൻസിൻ്റെ കരച്ചിൽ ജനങ്ങൾ കേൾക്കാത്തത് എന്നതാണ് പോയിറ്റ് ചോദിച്ചിട്ടുള്ളത്. പീപ്പിൾ ക്രൈ ബിക്കോസ് ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഫ്രീഡം. ജനങ്ങൾ കരയുന്നു കാരണം അവർക്ക് സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നു. They are disappointed to see the injustice and oppression around and the violation of human rights. അവർ ഡിസപ്പോയിൻറ്റഡ് ആണ്, ദുഃഖിതരാണ്. കാരണം അവർ എന്തൊക്കെയാണ് കാണുന്നത്? അനീതിയും ഒപ്രഷനും അടിച്ചമർത്തുന്നതുമൊക്കെയാണ് കാണുന്നത്. അവരുടെ ചുറ്റും നടക്കുന്നത് അനീതിയും അടിച്ചമർത്തലും ഒക്കെയാണ്. ആൻഡ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം തടയുന്നു, വയലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കൊണ്ട് ജനങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ്, ദുഃഖിതരാണ്. ദേ ടേൺ എ ഡെഫ് ഇയർ ടു ദ ക്രൈസ്. അവർ കരച്ചിലൊന്നും കേൾക്കുന്നേയില്ല. ജനങ്ങൾ മറ്റുള്ളവരുടെ കരച്ചിലൊന്നും കേൾക്കുന്നേയില്ല. ഹിയർ ദ പോയിറ്റ് സേസ് ദാറ്റ് ദ പീപ്പിൾ ഡു നോട്ട് കെയർ ഫോർ ദ പ്രോബ്ലംസ് ഓഫ് ദ ഒപ്രസ്ഡ്. പോയിറ്റ് പറയാണ്, അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളൊന്നും മറ്റുള്ള ജനങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല. അവർ ഒപ്രസ്ഡായ ജനങ്ങളെ കെയർ ചെയ്യുന്നില്ല. The question implies that there are people who turn a deaf ear to the cries of miseries and the demand for freedom. ആ ക്വസ്റ്റ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനങ്ങൾ മറ്റുള്ളവരുടെ കരച്ചിലിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ആൻഡ് ഓൾസോ മറ്റുള്ളവരുടെ ഫ്രീഡത്തിനും സ്വാതന്ത്ര്യത്തിനും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. He wonders whether 2 years are not enough to hear the cries. പോയിറ്റ് അത്ഭുതപ്പെടുകയാണ്, 2 ചെവി മാത്രം പോരെ ഈ കരച്ചിൽ കേൾക്കാൻ? Here he refers to the ruler or the authority or anyone who does not want to pay attention to the suffering of the oppressed. ഇവിടെ ഹീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റൂളറെയാണ്, അല്ലെങ്കിൽ ഒരു അതോറിറ്റിയാണ്, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ കരച്ചിൽ കേൾക്കാത്ത ആളുകളെയാണ് ഇവിടെ ഹീ കൊണ്ട് പോയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. തേർഡ് സ്റ്റാൻസയിലുമുണ്ട് കഴിഞ്ഞ 2 അതേ സ്റ്റാൻസയിലെ റിഫ്രൈൻ. The answer, my friend, is blowing in the wind. The answer is blowing in the wind. ഇതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്, answer to all these questions are known to all as they are blowing in the wind. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ എല്ലാവർക്കും അറിയാം, കാരണം അത് കാറ്റിൽ പറന്ന് നടക്കുകയാണ്. People need only open their eyes and ears to catch them. ജനങ്ങൾക്ക് എന്തുമാത്രം ചെയ്താൽ മതി? അവരുടെ കാതും കണ്ണും അതിലേക്ക് തുറന്നു വെച്ചാൽ മാത്രം മതി എന്നാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. Wars usually bring about death and destruction. യുദ്ധം എന്ത് മാത്രമാണ് നമുക്ക് തരുന്നത്?
മരണങ്ങളും നഷ്ടങ്ങളും മാത്രമാണ് തരുന്നത്. ബട്ട് ദ റൂളേഴ്സ് ആൻഡ് ദ അതോറിറ്റീസ് സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാർ ഇസ് പോയിൻറ്റ്ലെസ്. ഭരണാധികാരികളും അതോറിറ്റീസും എന്ത് മനസ്സിലാക്കുന്നില്ല? ഈ യുദ്ധം കൊണ്ട് നമുക്ക് ഒന്നും നേടാനില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ദ പോയിൻറ്റ് വാൻസ് വാസ് ടു ബി സ്റ്റോപ്ഡ് ആൻഡ് ലിബർട്ടി ബി എസ്റ്റാബ്ലിഷ്ഡ്. പോയറ്റിന് എന്ത് വേണം? യുദ്ധങ്ങൾ നിർത്തിയിട്ട് ലിബർട്ടി, സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടണമെന്നാണ് പോയറ്റ് ഈ പോയത്തിലൂടെ പറയുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പോയത്തിൻ്റെ 3rd സ്റ്റാൻസയും കംപ്ലീറ്റായി, 3ാമത്തെ സ്റ്റാൻസയും കംപ്ലീറ്റായി. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.